Hey everybody, welcome back to the classes. Thank you so much for joining. നമ്മുടെ ചാനലിലെ 21ാമത്തെ ക്ലാസ് ആണ് അല്ലേ? സ്പോക്കൺ ഇംഗ്ലീഷിന്റെ 10ാമത്തെ ക്ലാസ് ആണ്. അതേപോലെ നമ്മൾ ജനറൽ ഇംഗ്ലീഷിലും 10 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് യാത്രയിൽ ആവശ്യം വരുന്ന ഇംഗ്ലീഷാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സെഷനിൽ നോക്കിയത് അല്ലേ? അതിൻ്റെ പാർട്ട് 2 ആണ്. ഞാൻ പറഞ്ഞിരുന്നു പാർട്ട് 1 എന്ന് പറയുന്നത് യാത്രയിൽ ആവശ്യം വരുന്ന ചില വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ യാത്രയിൽ ആവശ്യം വരുന്ന ചില കോൺവെർസേഷണൽ ഇംഗ്ലീഷാണ്. അതായത് പല കാര്യങ്ങളും നമുക്ക് യാത്രയിൽ ചോദിക്കേണ്ടി വരും അല്ലേ? ബസ് പോയോ, ഇവിടെ ടോയ്ലറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ മെയിൻ എൻട്രൻസ് എവിടെയാണ്, അല്ലെങ്കിൽ ഇവിടെ ടാക്സി കിട്ടുമോ, ഇങ്ങനെ പല ചോദ്യങ്ങളും നമുക്ക് യാത്രയിൽ ചോദിക്കേണ്ടി വരും. സോ അത്തരം കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ചെയ്യുന്നത് വെറും ഒരു യൂട്യൂബ് വീഡിയോ അല്ല, ഇതൊരു കോഴ്സാണ്. ജനറൽ ഇംഗ്ലീഷും സ്പോക്കൺ ഇംഗ്ലീഷും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയൊരു കോഴ്സാണ്. സോ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അതുപോലെ മുമ്പ് വേണ്ട രീതിയിൽ പഠിക്കാൻ കഴിയാതെ ഇനി പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് വരുന്ന ആളുകൾ നമ്മുടെ ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ ഈ ഐ ബട്ടണിൽ ഉണ്ടായിരിക്കും. അവിടെ പോയിട്ട് ആ ക്ലാസ്സുകൾ കാണുക. ഇനി ഇതിൻ്റെ പാർട്ട് 1 കാണാത്ത ആളുകൾക്ക് ഞാനത് മേലെ കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇംഗ്ലീഷ് ഫോർ ട്രാവലിംഗ് എന്ന പാർട്ടിൻ്റെ പാർട്ട് 1 കാണുക. അതിൽ കുറേ വേർഡ്സ് നമ്മൾ യാത്രയിൽ ആവശ്യം വരുന്ന പല വേർഡ്സ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു പേനയും പേപ്പറും ആയിട്ട് വേണം നമ്മുടെ ക്ലാസ് കണ്ടിരിക്കാൻ. അറിയാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് എടുത്തോളണം. ഇനി അതല്ല നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട്സ് ഹാവ് എ ക്വിക്ക് look on English for traveling. Sometimes we will have to travel to a place where we have never been to, right? So in such situations we will have to ask a lot of things. We will have to find directions, we will have to find locations, we will have to call a taxi, we will have to order food, or we will have to check into a hotel, stuff like that. Such type of many scenarios will come. So we will have to manage it in English, right? So these questions and these points will help you to manage a lot of things in English. And of course we cannot cover all the points in a class like this because we have 20 minutes or 30 minutes of class. So that is why I provide the notes as well. In the notes there will be much more things I have explained. Okay, so let's see. അപ്പോൾ നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങി, നമ്മൾ ബാക്ക് പാക്കൊക്കെ ഇട്ട് ഇറങ്ങി എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബസ് സ്റ്റേഷനിലെത്തി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബസ് പോയോ അല്ലെങ്കിൽ ട്രെയിന് പോയോ. സോ അതെങ്ങനെ ചോദിക്കുക? സിമ്പിളായിട്ട് അതെങ്ങനെ ചോദിക്കുക? സിമ്പിളായിട്ട് അതൊരു സ്പോക്കൺ സ്റ്റൈൽ, ഒരു കൊളോക്കിയൽ സ്റ്റൈലിൽ ചോദിക്കുകയാണെങ്കിൽ ഡിഡ് ഐ മിസ് ദ ബസ് എന്നാണ് ചോദിക്കുക. ഡിഡ് ഐ മിസ് ദ ബസ്. ഇനി അതല്ലെങ്കിൽ ആം ഐ ലേറ്റ് ഫോർ ദ ബസ് എന്നും ചോദിക്കാം. ആം ഐ ലേറ്റ് ഫോർ ദ ബസ്. എന്താണ്? ആം ഐ ലേറ്റ് ഫോർ ദ ബസ്. ഞാൻ ബസ്സിന് ലേറ്റ് ആയോ, ഞാൻ ലേറ്റ് ആയോ എന്ന് ചോദിച്ചാൽ ബസ് പോയോ എന്നർത്ഥം. അല്ലെങ്കിൽ ഡിഡ് ഐ മിസ് ദ ബസ് എന്ന് ചോദിച്ചാൽ ഞാൻ ബസ് മിസ്സാക്കിയോ എന്ന് ചോദിച്ചാലും ബസ് പോയോ എന്നാണ്. ഇതൊക്കെ ഒരു സംസാര ശൈലിയിൽ ചോദിക്കുന്നതാണ്. ഗ്രാമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഡിഡ് ദ ബസ് ലീവ്. എന്താ ചോദിക്കുക? ഡിഡ് ദ ബസ് ലീവ് അല്ലെങ്കിൽ ഡിഡ് ദ ട്രെയിൻ ലീവ്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഡിഡ് ദ ബസ് ടു ബാംഗ്ലൂർ ലീവ് അല്ലെങ്കിൽ ഡിഡ് ദ ബസ് ട്രെയിൻ ടു കോട്ടയം ലീവ്, ആ രീതിയിലും ചോദിക്കാം. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ അറിയാവുന്നവരോട് ചോദിക്കുന്നതാണ് ഡിഡ് ഐ മിസ് ദ ബസ് അല്ലെങ്കിൽ ആം ഐ ലേറ്റ് ഫോർ ദ ബസ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം അതാണ് നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇനി പിന്നെ അടുത്ത ബസ് എപ്പോഴാണ് അല്ലെങ്കിൽ അടുത്ത ട്രെയിൻ എപ്പോഴാണ്, ഇന്ന സ്ഥലത്തേക്കുള്ള അടുത്ത ബസ് എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കണ്ടേ. സോ അതെങ്ങനെ ചോദിക്കാം നമ്മൾ? സിംപ്ലി വെൻ ഈസ് ദ നെക്സ്റ്റ് ബസ് ടു അല്ലെങ്കിൽ വെൻ ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ ടു എന്നൊക്കെയാണ് ചോദിക്കുക. വെൻ ഈസ് ദ നെക്സ്റ്റ് ബസ് ടു കണ്ണൂർ അല്ലെങ്കിൽ വെൻ ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ ടു ട്രിവാൻഡ്രം, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ബസ് പോയി, ഇപ്പോൾ ഉള്ള ബസ് പോയി എന്ന് പറഞ്ഞാൽ വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് വൺ, അങ്ങനെയും ചോദിക്കാം. വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് വൺ, അടുത്തത് എപ്പോഴാണ്, വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് വൺ. ഇസ് ദർ അനദർ വൺ സൂൺ, അങ്ങനെ ചോദിക്കാം. ഇസ് ദർ അനദർ വൺ സൂൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അടുത്ത ബസ് ഉണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? ഇസ് ദർ അനദർ വൺ സൂൺ, പെട്ടെന്ന് തന്നെ അടുത്തതുണ്ടോ. അല്ലെങ്കിൽ ഇസ് ദർ എ ലേറ്റർ വൺ, ഇസ് ദർ എ ലേറ്റർ വൺ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടോ ഒരു ബസ് ഉണ്ടോ, വേറെ ബസ് ഉണ്ടോ എന്ന് ചോദിക്കില്ലേ, അതാണത്. ഇസ് ദർ എ ലേറ്റർ വൺ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ബസ് എപ്പോഴാണ്, അടുത്ത ബസ് ഉടനെ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ബസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്. നമ്മൾ ഇതിങ്ങനെ ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ജനറൽ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ
ചില ആളുകൾക്ക് അങ്ങനെ ജനറൽ ഇംഗ്ലീഷും അതിൻ്റെ റൂൾസ് ഒന്നും പഠിക്കാൻ താല്പര്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഓരോ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്ന് മാത്രം പഠിച്ചു പോകാൻ താല്പര്യമുള്ള ആളുകളുണ്ടായിരിക്കും. വെറും ആ ഒരു സ്പോക്കൺ സിറ്റുവേഷനിൽ മാത്രം ആവശ്യമുള്ള ഇംഗ്ലീഷ് അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടും. ഇനി ജനറൽ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്കും ചില കാര്യങ്ങൾ എങ്ങനെ ചോദിക്കണമെന്ന്, ഒരു സ്പോക്കൺ സ്റ്റൈലിൽ എങ്ങനെ ചോദിക്കണമെന്ന് അറിയാത്തവരുണ്ടാവും. അവർക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്പോക്കൺ സ്റ്റൈലിലുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ തന്നെ വേറെ സെപ്പറേറ്റ് സെഷനായിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പല രീതിയിൽ ഇപ്പോൾ നമുക്ക് ഇനി ഇന്നത്തേക്ക് റിസർവേഷൻ കിട്ടുമോ, അല്ലെങ്കിൽ ഇന്നത്തെ ബസ്സിൽ സീറ്റ് കാലിയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചോദിക്കേണ്ടത്. നമ്മുടെ നോട്ട്സിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി എങ്ങനെ ചോദിക്കാം, ഫെയർ എങ്ങനെ ചോദിക്കാം, പിന്നെ റിസർവേഷൻ എങ്ങനെ എടുക്കാം, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ അതിൻ്റെ മലയാളമൊക്കെ ഇതിൽ നമ്മുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഒരു ചെറിയൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ നോട്ട്സും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലിൽ ഈ കോഴ്സ് ചെയ്യുന്നത്. ഇപ്പം ഡു യു സ്റ്റിൽ ഹാവ് സീറ്റ്സ് ഓൺ 6 PM ബസ്? ഡു യു സ്റ്റിൽ ഹാവ് സീറ്റ്സ് ഓൺ 6 PM ബസ്? 6 മണിയുടെ ബസ്സിന് ഇപ്പോഴും സീറ്റ് ഒഴിവുണ്ടോ, ഇനിയും സീറ്റ് ഒഴിവുണ്ടോ എന്ന് ചോദിക്കണം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഡു യു സ്റ്റിൽ ഹാവ് സീറ്റ്സ് ഫോർ ദ കണ്ണൂർ എക്സ്പ്രസ്? കണ്ണൂർ എക്സ്പ്രസ്സിന് ഇനിയും സീറ്റ് ഒഴിവുണ്ട്, അപ്പോൾ ഒരു റിസർവേഷൻ കൗണ്ടറിലാണ്, നമുക്ക് അങ്ങനെ ചോദിക്കാം. സോ അതുപോലെയുള്ള പല ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മുടെ നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ടാകും. എനി ചാൻസ് ഐ കുഡ് ഗെറ്റ് എ ടിക്കറ്റ് ഫോർ ടുനൈറ്റ്? എനി ചാൻസ് ഐ കുഡ് ഗെറ്റ് എ ടിക്കറ്റ് ഫോർ ടുനൈറ്റ്? ഇന്ന് രാത്രിയത്തേക്ക് ഒരു ടിക്കറ്റ് കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എനി ചാൻസ് ഐ കുഡ് ഗെറ്റ് എ ടിക്കറ്റ് ഫോർ ടുനൈറ്റ്? ഇന്ന് രാത്രിയിലേക്ക് എന്തെങ്കിലും ഒരു ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിഫറെൻറ്റ് സിനാരിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കേണ്ടി വരും. സോ അതിനൊക്കെ ലിസ്റ്റ് നമ്മുടെ നോട്ട്സിലുണ്ട്. ഞാൻ 1-2 സാമ്പിൾസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ എല്ലാം കൂടി നമുക്ക് ഇവിടെ വിശദീകരിക്കാൻ കഴിയില്ല, അല്ലേ? ഹൗ മച്ച് ഇസ് എ ടിക്കറ്റ് ടു കൊച്ചി? ഹൗ മച്ച് ഇസ് എ ടിക്കറ്റ് ടു കൊച്ചി? കൊച്ചിയിലേക്ക് ഒരു ടിക്കറ്റിന് എത്രയാണ്? അപ്പോൾ അവിടെ നമ്മൾ ചാർജസ് ആണ് ചോദിക്കുന്നത്, അല്ലേ? ഹൗ മച്ച് ഇസ് എ ടിക്കറ്റ് ടു കൊച്ചി? കൊച്ചിയിലേക്ക് ഒരു ടിക്കറ്റിന് എത്രയാണ് ചാർജ്? അല്ലെങ്കിൽ ക്യാൻ ഐ ഗെറ്റ് എ വിൻഡോ സീറ്റ്? ക്യാൻ ഐ ഗെറ്റ് എ വിൻഡോ സീറ്റ്? ഒരു വിൻഡോ സീറ്റ് കിട്ടുമോ? 2 ടൈപ്പ് സീറ്റ് ഉണ്ടാവില്ലേ? വിൻഡോ സീറ്റ് എന്ന് പറയുന്നത് നമ്മൾ സൈഡിൽ പുറത്തേക്ക് നോക്കിയിരിക്കാൻ പറ്റുന്ന സീറ്റ്. ഇപ്പുറത്തെ സീറ്റിന് എന്താ പറയുക? അതിന് എയിൽ സീറ്റ് എന്നാണ് പറയുക. എയിൽ സീറ്റ്. എയിൽ സീറ്റ് എന്ന് പറഞ്ഞാൽ, എയിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടിയുള്ള ഈ നടപ്പാതൊക്കെയാണ് സീറ്റിൻ്റെ ഇടയിലൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഷെൽഫുകളുടെ ഇടയിലൂടെ ഒക്കെയുള്ള ആ നടക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അതിനാണ് എയിൽ എന്ന് പറയുക. സോ അതിന് എയിൽ സീറ്റ് എന്ന് പറയും, മറ്റത് വിൻഡോ സീറ്റ് എന്ന് പറയും. സോ ക്യാൻ ഐ ഗെറ്റ് എ വിൻഡോ സീറ്റ്? എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടുമോ? അതുപോലെ ഡു യു അക്സെപ്റ്റ് UPI എന്നൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ ഡു യു അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്? ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുമോ? നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമോ എന്ന് ചോദിക്കില്ലേ? സോ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന്. ഡു യു അക്സെപ്റ്റ് UPI? എന്താ UPI എന്ന് പറഞ്ഞാൽ? UPI പേയ്മെൻറ്റ്സ് ആണ് നമ്മുടെ ഈ ഗൂഗിൾ പേ, ഫോൺ പേ, മറ്റുള്ള റേസർ പേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഭീം എന്നൊക്കെ പറയുന്ന ആപ്സ് വെച്ചിട്ട് നമ്മൾ പേ ചെയ്യുന്നതിന് അതിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണെന്ത്? UPI പേയ്മെൻറ്റ് എന്നാണ് പറയുക. UPI പേയ്മെൻറ്റ്. സോ നിങ്ങൾ ഡു യു അക്സെപ്റ്റ് UPI പേയ്മെൻറ്റ്? UPI പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അതുപോലെ നമ്മൾ ഒരു ഇതിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നില്ലേ, അതിന് കൂടുതലും ആളുകൾ സ്കാനർ എന്നാണ് പറയുക. ശരിക്കും അത് സ്കാനർ അല്ല, അതിനെ പറയേണ്ടത് QR കോഡ് എന്നാണ്. എന്താ പറയുക? QR കോഡ്. സോ UPI പേയ്മെൻറ്റ് എന്നാണ് ഈ ഇതുപോലെയുള്ള ആപ്പുകൾ വെച്ചിട്ട് ചെയ്യുന്ന പേയ്മെൻറ്റ്സിനൊക്കെ UPI പേയ്മെൻറ്റ്സ് എന്നാണ് പറയുക. ആ സാധനം QR കോഡാണ്. ഓക്കെ. സോ ഡു യു അക്സെപ്റ്റ് UPI പേയ്മെൻറ്റ് എന്ന ചോദ്യം. ഇങ്ങനെ പല ചോദ്യങ്ങളും നമുക്ക് ഇതുപോലെയുള്ള ബസ് സ്റ്റേഷൻസിലും റെയിൽവേ സ്റ്റേഷൻസിലും ഒക്കെ വേണ്ടി വരും. സോ അതൊക്കെ നിങ്ങൾ നോട്ട്സുള്ള ആളുകൾ ഈ നോട്ട്സ് നന്നായിട്ടൊന്ന് റെഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പല ക്യാൻസലേഷൻ ചാർജസിനെ പറ്റിയിട്ട് ഒക്കെ ഇതിൽ നമ്മളെങ്ങനെ ചോദിക്കാമെന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് മുംബൈയിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഡൽഹിയിൽ പോവുകയാണ്. സോ അവിടെ എത്തി, അവിടെ ഇറങ്ങി, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ഇനി നമുക്ക് എക്സിറ്റ് ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് ഫ്രഷ് ആവണം, അപ്പം പിന്നെ ടോയ്ലറ്റ് ഏത് ഭാഗത്താണ്, മെയിൻ ഗേറ്റ് ഏത് ഭാഗം, ഇങ്ങനെ ഒരു സാധനം ഏത് ഭാഗത്താണ് എന്ന് ചോദിക്കണം. അത് സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കേണ്ടി വരുമല്ലോ. സോ ഏത് ഭാഗത്താണ് എന്ന് ചോദിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വേ എന്ന് തുടങ്ങുകയാണ് ചെയ്യുക. അതായത് വിച്ച് വേ ഈസ് ദ ടോയ്ലറ്റ്, വിച്ച് വേ ഈസ് ദ മെയിൻ ഗേറ്റ്, വിച്ച് വേ ഈസ് ദ എക്സിറ്റ്, അല്ലെങ്കിൽ വിച്ച് വേ ഈസ് ദ ക്ലോക്ക് റൂം, വിച്ച് വേ ഈസ് ദ
റിട്ടയറിംഗ് റൂംസ്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. വിച്ച് വേ, അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്പോക്കൺ സ്റ്റൈൽ ക്വസ്റ്റ്യൻ ആണ്. ഏത് ഭാഗത്താണ്, അതായത് ആ പരിസരത്ത് എവിടെയോ ആണ് എന്ന് നമുക്കറിയാം, പക്ഷെ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഏത് ഭാഗത്തേക്ക് പോയാലാണ് അത് കിട്ടുകയെന്ന് അറിയില്ല. അത്തരം സിറ്റുവേഷനിലാണ് എന്ത് ചോദിക്കുക, വിച്ച് വേ എന്ന് ചോദിക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, വേർ ഈസ് ദ ടോയ്ലറ്റ്, വേർ ഈസ് ദ മെയിൻ എൻട്രൻസ് എന്നൊക്കെ അങ്ങനെയും ചോദിക്കാം. വിച്ച് വേ എന്നും ചോദിക്കാം. അത് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. എവിടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഫാർദസ്റ്റ് ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് വേ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള എന്തോ ഒരു സാധനം ചോദിക്കുന്ന പോലത്തെ ഒരു കൊളോക്കിയൽ ചോദ്യമാണ്. രണ്ട് യൂസ് ചെയ്യാം, ദർ ഇസ് നോ പ്രോബ്ലം. സോ വേർ ഈസ് ദ ടോയ്ലറ്റ്, വേർ ഈസ് ദ ടിക്കറ്റ് കൗണ്ടർ, വേർ ഈസ് ദ ടോയ്ലറ്റ് എന്നും ചോദിക്കാം. വിച്ച് വേ എന്ന്, വിച്ച് വേ ഈസ് ദ എൻട്രി ഗേറ്റ് ഓർ വിച്ച് വേ ഈസ് ദ എക്സിറ്റ് ഗേറ്റ്, വിച്ച് വേ ഈസ് ദ എസ്കലേറ്റർ ഏത് ഭാഗത്ത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലൊക്കെ ഇറങ്ങിയാൽ അങ്ങോട്ട് പോയാലാണോ അങ്ങോട്ട് പോയാലാണോ എന്നൊക്കെ സംശയം ഉണ്ടാവില്ലേ, അപ്പോൾ ചോദിക്കുന്നതാണ് അത്. സോ അത് ഇപ്പം നമ്മളോട് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുക, നമ്മളവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളടുത്ത് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താ, ദിസ് വേ പ്ലീസ് എന്ന് പറഞ്ഞാൽ ഈ വഴിക്കാണ്, ഈ ഭാഗത്തേക്ക് പോയിക്കോളൂ എന്നർത്ഥമാണ് അത്. ദിസ് വേ പ്ലീസ്. അല്ലെങ്കിൽ ഇറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ പാസേജ്, ഈ പാസേജിൻ്റെ എൻഡിലാണ്. അല്ലെങ്കിൽ ഇറ്റ്സ് അറ്റ് ദ കോർണർ, ആ കോർണറിലാണ്. അല്ലെങ്കിൽ ഇറ്റ്സ് ഡൗൺ സ്റ്റെയേഴ്സ്, അത് താഴെയാണ്, താഴത്തെ നിലയിലാണ്. അല്ലെങ്കിൽ ഇറ്റ്സ് അപ്പ് സ്റ്റെയേഴ്സ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. ഇങ്ങനെയൊക്കെ നമുക്ക് ആരെങ്കിലും ചോദിച്ചാൽ അതിന് റിപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സിറ്റ് ഒക്കെ കിട്ടി, നമ്മൾ പുറത്ത് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ഇനി നമുക്ക് പല കാര്യങ്ങളും ആവശ്യം വരും അല്ലേ. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രീറ്റ് അഡ്രസ്സ് ഉണ്ടാവും നമ്മളെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ അഡ്രസ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പേരുണ്ടായിരിക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ. സോ ഇനി ആ സ്ഥലത്തേക്ക് എങ്ങനെ പോകുക, എങ്ങനെയാണ് പോകാനുള്ള ഒരു ഡയറക്ഷൻ ചോദിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അഡ്രസ്സ് എഴുതി എന്തെങ്കിലും സ്ലിപ്പോ അല്ലെങ്കിൽ ഫോണിലോ മെസ്സേജോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളത് കാണിച്ചു കൊടുത്തിട്ട് ആർക്കെങ്കിലും അവിടുത്തെ ലോക്കലാണെന്ന് തോന്നുന്ന ഒരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചോദിക്കാം, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് അഡ്രസ്, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് അഡ്രസ്. എന്താണ്, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് അഡ്രസ്, ഈ അഡ്രസ്സിലേക്ക് എത്താനൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് വെച്ചാൽ ഈ അഡ്രസ്സ് എവിടെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. സോ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് അഡ്രസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ഡു ഐ ഗെറ്റ് ടു എന്നും പറയാം. ഹൗ ഡു ഐ ഗെറ്റ് ടു. ഇപ്പം നമ്മുടെ അടുത്തൊരു റോഡിൻ്റെ പേരുണ്ട്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പേരുണ്ട്, ഒരു സ്ട്രീറ്റിൻ്റെ പേരുണ്ടെങ്കിൽ ഹൗ ഡു ഐ ഗെറ്റ് ടു എം ജി റോഡ് അങ്ങനെ ചോദിക്കാം. ഹൗ ഡു ഐ ഗെറ്റ് ടു എം ജി റോഡ്, എം ജി റോഡിലേക്ക് ഞാൻ എങ്ങനെയാണ് പോവുക. അല്ലെങ്കിൽ ഹൗ ഡു ഐ ഗെറ്റ് ടു ട്വിൻ ടവേഴ്സിലേക്ക് എങ്ങനെയാണ് പോവുക, ഇങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു അഡ്രസ്സോ ലൊക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് അഡ്രസ്, അല്ലെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ലൊക്കേഷൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരറിയാന്നുണ്ടെങ്കിൽ ഹൗ ഡു ഐ ഗെറ്റ് ടു തേവര, അല്ലെങ്കിൽ ഹൗ ഡു ഐ ഗെറ്റ് ടു ഫോക്കസ് മാൾ. ഇങ്ങനെ നമുക്ക് അങ്ങനെ സ്ഥലത്തിൻ്റെയോ ലൊക്കേഷൻ്റെയോ പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് എങ്ങനെയാണ് പോവുക എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു അഡ്രസ്സിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. സോ ആളുകൾ പറഞ്ഞു വരും, നമ്മൾ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ ഗോ സ്ട്രെയിറ്റ് ആൻഡ് ദെൻ ടേൺ ലെഫ്റ്റ്, ദിസ് ബിൽഡിംഗ് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദാറ്റ് സ്ട്രീറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നേരെ പോയി തിരിഞ്ഞ് അപ്പോൾ കിട്ടുന്ന റോഡിൻ്റെ വലതുവശത്താണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ലൊക്കേഷൻ എവിടെ വെച്ചാൽ ആ ലൊക്കേഷൻ പറഞ്ഞു. ഇറ്റ്സ് ജസ്റ്റ് 2 blocks away, അത് 2 ബ്ലോക്ക് അപ്പുറത്താണ്, എന്ന് വെച്ചാൽ 2 ബിൽഡിങ്സിൻ്റെ അപ്പുറത്താണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് 5 minutes വാക്ക് ടു ദിസ് ഡിറക്ഷൻ, ഈ ഭാഗത്തേക്ക് ഒരു 5 മിനിറ്റ് നടന്നാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിറക്ഷൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഇനി കുറച്ച് ദൂരമുള്ള സ്ഥലമാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് എ ബസ്, അല്ലെങ്കിൽ യു ഹാവ് ടു ടേക്ക് എ ടാക്സി, നിങ്ങൾ ടാക്സിക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ബസ്സിന് പോകേണ്ടി വരും എന്നൊക്കെ പറയാം. അത് ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഡിറക്ഷൻസ് പറഞ്ഞു കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ ഒരു പുതിയ സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ, അതായത് അവൈലബിലിറ്റി ചോദിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇവിടെ പാർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ, റെസ്റ്റോറൻറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ബീച്ച് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. സോ അതിന് കോമൺ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈസ് ദെയർ എന്നാണ്. ഈസ് ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഉണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഉണ്ടോ എന്ന ചോദ്യം 2 രീതിയിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഡു യു ഹാവ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, ഈസ് ദെയർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. പക്ഷേ ഹാവ് വെച്ച് ചോദിക്കുന്ന ചോദ്യം ആ വ്യക്തിയുടെ കയ്യിൽ അയാളുടെ സാധനമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഡു യു. അപ്പോൾ ഡു യു ഹാവ് 2 pens, നിൻ്റെ അടുത്ത് 2 പേനയുണ്ടോ, അല്ലെങ്കിൽ ഡു യു ഹാവ് ഹിസ് നമ്പർ, അദ്ദേഹത്തിൻ്റെ നമ്പർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഈ ഹാവ് വെച്ച് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ജനറൽ ഇംഗ്ലീഷിൽ പഠിക്കും, ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഒരു സ്ഥലത്ത് ഇയാളുടെ കയ്യിലുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇസ് ദെയർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അപ്പോൾ ഇസ് ദെയർ എ റെസ്റ്റോറൻറ്റ് നിയർ ബൈ, ഇസ് ദെയർ എ
റെസ്റ്റോറൻറ്റ് നിയർ ബൈ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഇസ് ദർ എ ഹോട്ടൽ അറൗണ്ട്, ഇസ് ദർ എ ഹോട്ടൽ അറൗണ്ട്, ഇവിടെ ഈ ചുറ്റുഭാഗത്ത് എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ, നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ? അല്ലെങ്കിൽ ഇസ് ദർ എ ബീച്ച് ഇൻ ദ സിറ്റി, ഈ സിറ്റിയിൽ ബീച്ച് ഉണ്ടോ? അല്ലെങ്കിൽ ഇസ് ദർ എ ചിൽഡ്രൻസ് പാർക്ക് നിയർ ബൈ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം, ഒരു ലൊക്കേഷനെ പറ്റി ഇവിടെ ഈ സിറ്റിയിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഈ രീതിയിൽ ഇസ് ദർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന, പിന്നെ നമുക്ക് എന്താണോ അറിയേണ്ടത് ആവശ്യം ആ സാധനം കൂടി ചേർത്തിട്ട് ഇസ് ദർ എ റെസ്റ്റോറൻറ്റ് ഓർ ഇസ് ദർ എ ഹോട്ടൽ, ഇസ് ദർ എ പാർക്ക്, ഇസ് ദർ എ ലൈബ്രറി, ഇസ് ദർ എ സ്പോർട്സ് ഷോപ്പ്, ഇസ് ദർ എ സുവനിയർ ഷോപ്പ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ ഇസ് ദർ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് പകരം വേർ ക്യാൻ ഐ ഗെറ്റ് എന്ന് പറഞ്ഞിട്ടും തുടങ്ങാം. എങ്ങനെ? വേർ ക്യാൻ ഐ ഗെറ്റ് എ റെസ്റ്റോറൻറ്റ്, ഒരു റെസ്റ്റോറൻറ്റ് എവിടെ കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻറ്റ് വാങ്ങിക്കാനാണോ എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് യൂസ് ചെയ്യാൻ അല്ലേ? അല്ലെങ്കിൽ വേർ ക്യാൻ ഐ ഗെറ്റ് എ ടാക്സി, ഒരു ടാക്സി എവിടെ കിട്ടും? അല്ലെങ്കിൽ വേർ ക്യാൻ ഐ ഗെറ്റ് എ പാർക്ക് ടു റെസ്റ്റ് ഫോർ സം ടൈം, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ വേർ ക്യാൻ ഐ ഗെറ്റ് എന്ന രീതിയിലും ചോദിക്കാം, അല്ലെങ്കിൽ ഈസ് ദർ എന്ന് വെച്ചിട്ടും ചോദിക്കാം. സോ ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായ എക്സാമ്പിൾസ് ട്രൈ ചെയ്യുക, ഈ ടിപ്സൊക്കെ ഓർത്ത് വെച്ചിട്ട് ചോദിച്ച് ശീലിക്കുക. പിന്നെ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് പല കാര്യങ്ങളും ചോദിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരിക അല്ലേ? എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ ബാക്കി ഫോർമാലിറ്റീസ് ചെയ്യുകയാണ് ചെയ്യാം. സോ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വന്നതാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം നമുക്ക്? ഹലോ, ഐ ഹാവ് ബുക്ക്ഡ് എ റൂം ഓൺലൈൻ. എന്താ പറയുക? ഐ ഹാവ് ബുക്ക്ഡ് എ റൂം ഓൺലൈൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ഹാവ് എ ബുക്കിംഗ് അണ്ടർ ദ നെയിം, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഐ ഹാവ് എ ബുക്കിംഗ് അണ്ടർ ദ നെയിം നൗഷാദ്, എനിക്ക് നൗഷാദ് എന്ന പേരിലൊരു ബുക്കിംഗ് ഉണ്ട് ഇവിടെ എന്ന് പറയാം. നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് വന്നതാണെങ്കിൽ ഐ ഹാവ് എ ബുക്കിംഗ് അണ്ടർ ദ നെയിം നൗഷാദ്, അല്ലെങ്കിൽ ഐ ഹാവ് ബുക്ക്ഡ് എ റൂം ഓൺലൈൻ, ഞാൻ ഓൺലൈനിലൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ നമ്പറോ എന്തെങ്കിലും ചോദിച്ച് അവരുടെ സിസ്റ്റത്തിൽ സെർച്ച് ചെയ്ത് ഇന്നതല്ലേ എന്തല്ലേ എന്ന് ചോദിച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും. സോ അങ്ങനെയാണ് നമ്മൾ റിസപ്ഷനിൽ ചെന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് വന്നാണെങ്കിൽ പറയാം. എന്താ പറയുക? ഒന്നുകിൽ ഐ ഹാവ് എ ബുക്കിംഗ് അണ്ടർ ദ നെയിം നൗഷാദ്, അല്ലെങ്കിൽ ഐ ഹാവ് ബുക്ക്ഡ് എ റൂം ഓൺലൈൻ എന്ന് പറയാം. ഇനി നമ്മൾ ബുക്ക് ചെയ്യാതെ വന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? ഇസ് ദർ എനി റൂംസ് അവൈലബിൾ എന്ന് ചോദിക്കാം. ഇസ് ദർ എനി റൂംസ് അവൈലബിൾ, റൂംസ് വല്ലതും അവൈലബിൾ ആണോ എന്ന് ചോദിക്കാം. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു ചെക്ക് ഇൻ, എനിക്ക് ചെക്ക് ഇൻ ചെയ്യണം. ഐ വുഡ് ലൈക്ക് ടു ചെക്ക് ഇൻ, എനിക്ക് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. നമുക്ക് ഓക്കെ ആണെങ്കിൽ റൂം, പിന്നെ നമ്മൾ ചിലപ്പോൾ എടുക്കുന്നതിന് മുമ്പ് റൂം ഒന്ന് ക്യാൻ ഐ സീ ദ റൂം, ക്യാൻ ഐ സീ ദ റൂം ബിഫോർ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് റൂമൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദിസ്, ഇസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദിസ്, ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണോ? ഇപ്പോൾ ചില റൂംസ് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കും, നമുക്ക് ഫ്രീ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ? സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാവലിങ്ങിൽ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നത്. സോ ടാക്സി വിളിക്കാൻ നമ്മൾ ഹോട്ടലിലെ റിസപ്ഷനിൽ തന്നെ ചോദിക്കാം അല്ലേ? ക്യാൻ ഐ ഗെറ്റ് എ ടാക്സി ഹിയർ, ക്യാൻ ഐ ഗെറ്റ് എ ടാക്സി ഹിയർ, ഇവിടെ എവിടെയെങ്കിലും ടാക്സി കിട്ടുമോ? ക്യാൻ ഐ ഗെറ്റ് എ ടാക്സി ഹിയർ. അല്ലെങ്കിൽ അവരോട് ചോദിക്കാൻ വേർ ക്യാൻ ഐ ഗെറ്റ് എ ടാക്സി, വേർ ക്യാൻ ഐ ഗെറ്റ് എ ടാക്സി, ഒരു ടാക്സി എവിടെയാണ് കിട്ടുക എന്നൊക്കെ നമുക്ക് ഹോട്ടലിലോ അതിൻ്റെ പരിസരത്തൊക്കെ അന്വേഷിക്കാൻ പറ്റും. സോ ടാക്സിക്ക് ചിലപ്പോൾ അപ്പുറത്ത് നിന്നാൽ കിട്ടും, അല്ലെങ്കിൽ ഇപ്പുറത്ത് നിന്നാൽ കിട്ടും. നമ്മൾ അവിടെ പോയി നിൽക്കുന്നു, ടാക്സിക്കാരൻ വരുന്നു. സോ ടാക്സിക്കാരനോട് നമുക്ക് എന്ത് ചോദിക്കാം? അപ്പം ഇന്ന സ്ഥലത്തേക്ക് എത്രയാണ് ചാർജസ്, എത്രയാണ് ഫെയർ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ ഹൗ മച്ച് ഈസ് ദ ഫെയർ ടു, ഹൗ മച്ച് ഈസ് ദ ഫെയർ ടു എയർപോർട്ട്, അല്ലെങ്കിൽ ഹൗ മച്ച് ഈസ് ദ ഫെയർ ടു റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ ഹൗ മച്ച് ഈസ് ദ ഫെയർ ടു ഗാന്ധി സ്ക്വയർ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ട് ഹൗ മച്ച് ഈസ് ദ ഫെയർ എന്ന് ചോദിക്കുക, എത്രയാണ് അങ്ങോട്ട് ഫെയർ. അപ്പോൾ അവർ എത്രയെന്ന് പറയുന്നു, നമ്മൾ കയറിയിട്ട് ഡ്രോപ്പ് മീ അറ്റ് റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ ഡ്രോപ്പ് മീ അറ്റ് ദ മെയിൻ സ്ക്വയർ, എവിടെയാണോ നമ്മളെ ഇറക്കേണ്ടത് അത് സ്ഥലം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവിടെ ഡ്രോപ്പ് മീ, എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തോളൂ. പ്ലീസ് എന്നും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പ്ലീസ് ഡ്രോപ്പ് മീ അറ്റ് ദ എയർപോർട്ട്, അല്ലെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് മീ അറ്റ് ദ ഹോസ്പിറ്റൽ. ഇങ്ങനെ നമ്മൾക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുക. ഇറങ്ങി പോകുമ്പോൾ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് പോവുക. ഇനി നമ്മളൊരു സിറ്റിയിൽ താമസിക്കുമ്പോൾ അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് അല്ലേ? സോ നമുക്ക് കൂടുതലും ഹോട്ടൽസിൽ തന്നെയാണ് നമ്മൾ അന്വേഷിക്കുക. അവിടെ റിസപ്ഷനിൽ അന്വേഷിച്ചാൽ അവിടുത്തെ മെയിൻ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ നമ്മളെന്താ ചോദിക്കുക? വാട്ട് ആർ ദ മെയിൻ അട്രാക്ഷൻസ് ഹിയർ? എന്താ ചോദിക്കുക? വാട്ട് ആർ ദ
മെയിൻ അട്രാക്ഷൻസ് ഹിയർ? ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് പോവുക? ഹൗ ഡു ഐ ഗെറ്റ് ദെയർ? ഹൗ ഡു ഐ ഗെറ്റ് ദെയർ? അങ്ങോട്ട് ഞാൻ എങ്ങനെയാണ് പോവുക? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ലെങ്കിൽ ഈസ് ദെയർ ബസ് അവൈലബിൾ ടു ദെയർ? ബസ്, അങ്ങോട്ടേക്ക് ബസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. പിന്നെ അവിടെ ചെന്നാലും നമുക്ക് സോ വാട്ട് ഈസ് ദ എൻട്രി ഫീ? എൻട്രി ഫീ എത്രയാണ്? വാട്ട് ഈസ് ദ എൻട്രി ഫീ? എൻട്രി ഫീസ് എത്രയാണ്? ക്യാൻ ഐ യൂസ് ക്യാമറാസ് ഇൻസൈഡ്? ക്യാൻ ഐ യൂസ് ക്യാമറാസ് ഇൻസൈഡ്? ഉള്ളിൽ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ ഐ ഹയർ എ ഗൈഡ്? എനിക്ക് ഒരു ഗൈഡിന്, അതായത് ആ സ്ഥലങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്ന ഒരാളെ ഹയർ ചെയ്യാൻ പറ്റുമോ? ഇവിടുന്ന് എനിക്ക് സർവീസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അങ്ങനത്തെ സ്ഥലത്ത് ചോദിക്കേണ്ടി വരും. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. സോ ഇങ്ങനെ നമ്മളൊരു ട്രാവലിങ്ങിൽ ഇപ്പോൾ അത്യാവശ്യം വരുന്ന ചില മെയിൻ പോയിന്റ്സ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ യൂസ് ചെയ്യാൻ പഠിക്കുക. ഇതെന്തുകൊണ്ടാണ് നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് ഇതൊക്കെ ഒന്ന് നോട്ട്സിലൊക്കെ ഒന്ന് റെഫർ ചെയ്ത് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കി വെച്ച് നമ്മളൊന്ന് സ്വയം നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തൊക്കെ വെക്കുക. ഇതിപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ആവശ്യം വരുന്ന സംഭവം ആയിക്കൊള്ളുന്നില്ല. പക്ഷേ നമ്മൾ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു വയ്ക്കുക. നമ്മളൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് നേരത്തെ ഒന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും, അല്ലേ? ഇപ്പോൾ ഈ നമ്മൾ മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിക്കുന്ന പോലെയാണ്. മാർഷ്യൽ ആർട്സ് പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ നിന്നിട്ട് മുന്നിലൊരാളുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പഞ്ചും കിക്കും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലേ? സോ അവിടെ ആരും ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. അതെന്തിനാണ്? നമുക്ക് പെട്ടെന്നൊരു എനിമി നമ്മുടെ മുമ്പിൽ വന്നാൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഒറ്റയ്ക്ക് നിന്ന് പ്രാക്ടീസ് ചെയ്യണം, അല്ലേ? എന്നതുപോലെ തന്നെയാണ് ഇതും. നമ്മളിപ്പോൾ ഒരു നോൺ നേറ്റീവ് യൂസേഴ്സാണ്. നമുക്ക് അങ്ങനെ ഒരു ഇംഗ്ലീഷ് പരിസരത്തൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലും സ്വയം പറഞ്ഞൊക്കെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ്, എനിക്കിതൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാം, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ ഒരു ധൈര്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു എന്താ പറയുക മൈൻഡിലുണ്ടെങ്കിൽ നമുക്കിത് എവിടെ പോയാലും യൂസ് ചെയ്യാൻ ഒരു ധൈര്യം ഉണ്ടാവും. പിന്നെ നമ്മൾ പല പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഫ്ലുവൻ്റ് ആവും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ആളുകൾ ലാംഗ്വേജ് പഠിക്കുന്നത്. അല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും ഒരു ടിപ്പ്, എന്തൊക്കെയോ മെത്തേഡുകളുണ്ട്, എന്തൊക്കെയോ ഈസി ഷോർട്ട് കട്ട്സ് ഉണ്ട് എന്നൊന്നും വിചാരിക്കരുത്. അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക, സ്വയം പ്രാക്ടീസ് ചെയ്യുക, കിട്ടുന്ന ചാൻസസിലൊക്കെ ഉപയോഗിക്കാനുള്ള ചാൻസസ് മാക്സിമം ഉണ്ടാക്കുക. കൂടുതലും നമ്മളെപ്പോലെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളെയും കൂടി കമ്പനിക്ക് കൂട്ടിയിട്ട് ഡെയിലി കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ തന്നെ ഇതിന് മാർഗമുള്ളൂ കേട്ടോ. സോ ആരെങ്കിലും എന്തെങ്കിലും 10 ദിവസം കൊണ്ട് റെഡിയാക്കി തരാം, 15 ദിവസം കൊണ്ട് റെഡിയാക്കി തരാം എന്നൊന്നും പറയുന്നത് കേട്ട് വിശ്വസിച്ച് കൊണ്ടുപോയി കാശ് കളയരുത്. അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്ക് ചെറിയ ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ ഒരു അപ്പ് സ്കില്ലിങ്ങിനൊക്കെ അതുപോലത്തെ ട്രെയിനിങ് ചിലപ്പം പറ്റിയേക്കാം. ഇംഗ്ലീഷിനെ പറ്റി ഐഡിയ ഇല്ലാത്ത, കാര്യമായ നോളജ് ഇല്ലാത്ത ആളുകൾ ഒരിക്കലും അതുപോലത്തെ ഓഫർ പിൻപറ്റി പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുപാട് ആളുകൾ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനിൽ. നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയൊക്കെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരിക. എല്ലാവരും കാണട്ടെ, എല്ലാവരും പഠിക്കട്ടെ. പറ്റുന്ന പോലെയൊക്കെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 6 months ഒക്കെ സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്വയം പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രാക്ടീസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ today's session here. So we had a quick look on different scenarios which could come when we travel. So practice well. See you in the next class. Till then,